ഹലോ ഗായ്സ്, മൈ ചോയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമേ. രാവിലെ പള്ളിയിൽ പോകാനായിട്ട് എഴുന്നേറ്റതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ മുഴുവൻ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്നുള്ളത്. അങ്ങനെ ഞാൻ പള്ളിയിലെത്തി. രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ പള്ളിയിലെ കുർബാനയെല്ലാം കണ്ട് പ്രാർത്ഥിച്ച് ആ ഒരു കാര്യം ഞങ്ങൾ കൊയർ വായിക്കും കേട്ടോ. ഞാനും ഉണ്ട് കൊയർ ടീമിൽ. ചെറിയതായിട്ട് ഒന്ന് മൂളും. ഓക്കെ, അപ്പോൾ കുർബാനയെല്ലാം കഴിഞ്ഞു. അപ്പോഴാണ് ഇന്ന് കുർബാനയ്ക്ക് ശേഷം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യങ്ങൾ പള്ളിയിൽ നടക്കുന്നതായിട്ട് കണ്ടത്. ഇന്ന് സൺഡേ സ്കൂളിൻ്റെ ഭാഗമായിട്ട് കുട്ടികളെ പ്രവേശിപ്പിക്കുമായിരുന്നു. അപ്പം പുതിയതായിട്ട് ചേർന്ന കുഞ്ഞു കുട്ടികൾ, അതുകൊണ്ട് അവർ കരയുന്നുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം വളരെ രസകരമാണ്. തുടക്കത്തിൽ കുഞ്ഞുങ്ങൾ ആദ്യം സ്കൂളിലൊക്കെ പോകുന്നതിന് മുന്നേ അവർ ഞങ്ങളുടെ ഈ സൺഡേ സ്കൂൾ എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിൽ ഇരുന്നിട്ടാണ് മിക്കൊരു സ്കൂളിലേക്ക് വരാറുള്ളത്. അങ്ങനെ ഈ പരിപാടികളും കുറച്ച് സമ്മാനദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കും ഇന്ന് സമ്മാനം കിട്ടി. ഞങ്ങൾ ഇങ്ങനെ ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരുപാട് ഓൺലൈൻ കോമ്പറ്റീഷൻസ് വരും. അങ്ങനെ ഞങ്ങൾ അതിൽ പങ്കെടുത്തതിൽ ഞങ്ങൾക്ക് 2ാം സ്ഥാനം കിട്ടി. യൂട്യൂബ് ക്യാഷ് പ്രൈസ്. കുർബാന കഴിഞ്ഞ അച്ഛൻ കുറച്ച് അനൗൺസ്മെൻറ്റ്സ് ഒക്കെ നടത്തും. കാര്യപരിപാടികളെ കുറിച്ച് ആ വേളയിൽ ഞങ്ങളുടെ പ്രൈസും ഞങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് 11 മണിയായി. നേരെ ചായയൊക്കെ കൊടുത്ത് 12 മണിക്ക് ഒരു ഓൺലൈൻ ട്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ട്യൂഷനും എടുത്തു കഴിഞ്ഞ് 1 മണി കഴിഞ്ഞ് 1:15 അടുപ്പിച്ച് താണ്ടി ഞാൻ ഒരു കല്യാണം ഉണ്ണാനായിട്ട് ഇറങ്ങി. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഓഡിറ്റോറിയം. അമ്മയൊക്കെ നേരത്തെ പോയായിരുന്നു. ഞാൻ ട്യൂഷൻ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. വൈകിയെന്ന് വിചാരിച്ച് ചെന്നപ്പോൾ അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇതുവരെയും ചെക്കനും പെണ്ണും വന്നിട്ടില്ല. ആൾക്കാർക്ക് എക്സ്മറായി നിന്ന് അങ്ങനെ പെണ്ണും തിരക്കണം വന്നു. കയറി ഇറങ്ങിയ വിശപ്പിൻ്റെ വിളി കാരണം ഞാൻ എൻ്റെ പ്ലേറ്റിലെ എല്ലാ വിഭവങ്ങളും വിളമ്പി. ഇങ്ങനെ അവിടെ തകൃതിയായി നടക്കുന്നു. ഞാനിവിടെ എൻ്റെ പ്ലേറ്റിൽ എല്ലാ കാര്യങ്ങളും വിളമ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ചോറുമ്പോൾ വന്നാൽ മതി. അങ്ങനെ എല്ലാം കഴിച്ച് വളരെ ഉച്ചയ്ക്കത്തെ വെയിലും കൊണ്ട് അവശയായിട്ട് താണ്ടി ഞാൻ കിടന്നത് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. കാരണം ട്യൂഷൻ ഉണ്ടായിരുന്നു. വൈകുന്നേരം 5 മണിയാകുമ്പോൾ കുട്ടികളോട് വരാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ട്യൂഷൻ എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് അമ്മയെ സഹായിക്കാമെന്ന്. അങ്ങനെ ആട്ട കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് ആട്ട കുഴച്ച് വെച്ചിട്ട് ഒരു പരിപാടിയുണ്ട്. അപ്പം വേഗം കുഴയ്ക്കാനായിട്ട് ഞാൻ തുടങ്ങി. അങ്ങനെ കുഴച്ച് നല്ല പാടാണ് കേട്ടോ. ഞാൻ കുഴയ്ക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എന്നാൽ പോലും അമ്മ കുഴച്ച് തരുവാണെങ്കിൽ ഞാൻ പരത്തി ചുടാറാണ് മോസ്റ്റ്ലി പതിവ്. അപ്പം ഇന്ന് ഞാൻ തന്നെ കുഴച്ചു. മൊത്തത്തിൽ ചുട്ട് പരത്തി ചുടാനുള്ള ഒരു ഏർപ്പാടിലാണ്. അപ്പം എന്തായാലും ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ പരുവപ്പെടുത്തി എടുക്കണം. കുഴച്ച് ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ കുഴയുമാണ് ഇവിടെ നടക്കുന്നത്. ഫോൺ പിടിക്കാൻ ആരുമില്ല, പാവം ഞാൻ. അങ്ങനെ ഒരുവിധം റെഡിയായി. നമ്മുടെ ഡഫ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി അത് മൂടി വെച്ച് ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാൻ പോവാണ്. അതായത് വീണ്ടും ഒരു ഓൺലൈൻ ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ട്യൂഷൻ എടുത്ത് 1 അവർ ട്യൂഷനാണ്. അത് കഴിഞ്ഞ് വേണം ഇനി എനിക്ക് ചപ്പാത്തി ചുട്ട് 3a = 25 - 2 = ഞാൻ ട്യൂഷൻ കഴിഞ്ഞ് വേഗം ഞാൻ അടുക്കളയിൽ ചെന്നു. എന്നിട്ട് ഞാൻ അനിയത്തി വിളിച്ചു. ഇപ്പോൾ വീഡിയോ എടുക്കുന്ന എൻ്റെ അനിയത്തിയാണേ. അവൾ ഇത്രയും നേരം പഠിക്കുമായിരുന്നു. അവൾക്ക് എക്സാംസ് സ്റ്റാർട്ട് ആവുകയാണ് നാളെ. അപ്പോൾ ഞാൻ കാല് പിടിച്ച് കുറച്ച് പറഞ്ഞിട്ട് എനിക്കിപ്പോൾ വീഡിയോ എടുത്ത് തരുന്നത് ഇവളാണ്. ഞാൻ ഈ പരത്തി ചൂടാൻ എനിക്ക് 2 കൈയും വേണമല്ലോ. പോയി ഇതൊന്ന് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞു. അങ്ങനെ അവൾ എനിക്ക് വീഡിയോ എടുത്ത് തരികയാണ്. അങ്ങനെ ചപ്പാത്തി നന്നായി പരത്തി അടുപ്പ് കത്തിച്ച് തവ വെച്ച് ചൂടായതിന് ശേഷം ചപ്പാത്തി ഇട്ട് തിരിച്ച് മറിച്ച് ഇത് കണ്ടു. കണ്ട പൊങ്ങി വരുന്ന വരക്കം. അത് കഴിഞ്ഞ് നേരെ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് അതിൽ നെയ്യ് പുരട്ടുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ചപ്പാത്തി നിങ്ങളൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്യണം. ഇതുപോലെ ജസ്റ്റ് ഇതിലേക്ക് ഇട്ട് തിരിച്ചും മറിച്ചും ഇട്ടതിന് ശേഷം നേരെ നമ്മുടെ ഗ്യാസിലേക്ക് വയ്ക്കുക. ഹൈ ഫ്ലെയിമിലിടുക. ഫ്ലെയിം ഹൈ ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ പൊന്തിയിട്ട് വരും. നല്ല സോഫ്റ്റ് ആയിരിക്കും ചപ്പാത്തിക്കൊപ്പം ഉണ്ടാവുക. എന്നിട്ട് നേരെ അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നെയ്യ് പുരട്ടുക. അതിൻ്റെ പുറത്തായിട്ട് നെയ്യ് പുരട്ടുക. ഞങ്ങൾ ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന, അമ്മ വാങ്ങിക്കുന്ന സൊസൈറ്റിയിൽ നിന്നാണ് പാല് വാങ്ങുന്നത്. ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന നെയ്യാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ചപ്പാത്തി എല്ലാം ഉണ്ടാക്കി ഞാൻ എനിക്ക് വേണ്ടുന്ന ചപ്പാത്തിയും രാവിലെ അപ്പവും സാമ്പാറും ആയിരുന്നു. അപ്പോൾ അതിൻ്റെ സാമ്പാറും അതുപോലെ കുറച്ച് സാമ്പാർ എടുത്തു, കുറച്ച് മീനെടുത്തു, മീൻകറി എടുത്തു. അമ്മ ഉണ്ടാക്കുന്ന മീൻകറി വാ എന്നാ സാധാരണ പുളിയും മുളകും ഇട്ട് വയ്ക്കുന്ന അമ്മയുടെ മീൻകറി. അങ്ങനെ ഒട്ടും കുറച്ചില്ല. ഒരു തലക്കഷ്ണവും മീൻ കഷ്ണങ്ങളും എല്ലാമായിട്ട് ഞാൻ വിളമ്പി. അതിനുശേഷം
ഞാൻ ഒരു ബുൾസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ ബുൾസയും എടുത്ത് വേഗം കഴിക്കാനായിട്ട് റെഡിയായി. സമയം ഇപ്പം ഏകദേശം 9 മണിയായി കാണും. 9 മണി കഴിഞ്ഞു. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ടാകാം ബാക്കി കാര്യങ്ങൾ. വയറ്റിൽ നിന്ന് വിളി വന്നിട്ട് നേരം കുറേ ആയി. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഇപ്പം എന്തായാലും റെഡിയായി കഴിക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരെ ബൈ ബൈ.